ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇന്ന് സോഷ്യൽ സയൻസ് ആയിരുന്നു എക്സാം. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ കീ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ കളേഴ്സ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ഗിവൻ ജിയോമെട്രിക് ഫീച്ചേഴ്സ് ഇൻ മാപ്പ്? അപ്പോൾ ഏതാണ്? നാച്ചുറൽ വെജിറ്റേഷനും അതുപോലെ തന്നെ വാട്ടർ ബോഡീസും. അപ്പോൾ നാച്ചുറൽ വെജിറ്റേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഗ്രീനും, അതുപോലെ തന്നെ വാട്ടർ ബോഡീസ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ബ്ലൂവും യൂസ് ചെയ്യും. എന്നാൽ രണ്ടാമത്തെ ചോദ്യം, 2 ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലീഡിങ് സോയിൽ ഡിപ്ലീഷൻ. അപ്പോൾ ആ 2 ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. അപ്പോൾ കുറേ എണ്ണം ഉണ്ട്, അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. മൂന്നാമത്തെ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഋഗ്വേദിക് സൊസൈറ്റി സോൾജേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ആരൊക്കെ വരും? പ്രീസ്റ്റും അതുപോലെ തന്നെ കോമൺ പീപ്പിളും. നാലാമത്തെ ചോദ്യം, ഹൗ ഡസ് ഗ്ലോബൽ വാർമിംഗ് ബിക്കം ത്രെഡ് ഓഫ് ദ ലൈഫ് ഫോംസ്? അപ്പോൾ എങ്ങനെയാണ് സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്, ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം മേ ലീഡ് ടു ദ പ്രോബ്ലംസ് സച്ച് ആസ് ഫുഡ് സ്കാസിറ്റി എക്സെട്ര. ദെൻ അഞ്ചാമത്തെ ചോദ്യം, റൈറ്റ് എനി 2 സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദി ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ തമിഴകം. അപ്പോൾ ആൻഷ്യൻ തമിഴകത്തിൻ്റെ ഹിസ്റ്ററി കിട്ടിയ 2 സോഴ്സസ് ഏതൊക്കെയാണ്? ദ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഏഷ്യൻ തമിഴ് സോങ്സും. ഓക്കെ, ഈ നെക്സ്റ്റ് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ 6ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവാലുവേറ്റ് ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദി ഈജിപ്ഷ്യൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. അപ്പോൾ ഈജിപ്തുകാരുടെ സയൻസിൻ്റെ ഫീൽഡിൽ അവർ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു? അപ്പോൾ എന്തൊക്കെയാണ്? Their advancement in the field of mathematics is also significant. They could calculate the areas of triangles and rectangles. ഇനി 7ാമത്തെ ഒരു ബോക്സ് ഫില്ല് ചെയ്യാനാണ്. റൈറ്റേഴ്സും ബുക്സും തന്നിട്ടുണ്ട്. ദെൻ 1ാമത്തെ ബുക്ക് അഭിജ്ഞാന ശാകുന്തളം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് കാളിദാസയാണ്, കാളിദാസ. ദെൻ 2ാമത്തെ അമരസിംഹ. അപ്പോൾ അതിൻ്റെ ബുക്ക് ഏതാണ്? അമരഘോഷ. ദെൻ 3ാമത്തേൻ്റെ ബുക്ക് തന്നിട്ടുണ്ട് മുദ്രരക്ഷ. അതാരാണ് എഴുതിയിട്ടുള്ളത്? വിശ്വഘാടട്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ 8ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ എക്സ്പോണൻ്റ് ഓഫ് ലേസി ഫയർ തിയറി? അപ്പോൾ ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഇലൂസിഡേറ്റ് തിയറി ഓഫ് ലേസി ഫയർ. അപ്പോൾ ആ തിയറി എന്താ പറയുന്നത്? ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ മോർ ഫ്രീഡം ടു ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 9ാമത്തെ ചോദ്യം, വാട്ട് വർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ ലൈഫ് ഓഫ് ആര്യൻസ് when they migrated from the സപ്തസിന്ധു റീജിയൻ ടു ഗാംഗറ്റിക് പ്ലെയിൻ? അപ്പോൾ സപ്തസിന്ധു റീജിയനിൽ നിന്നും ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ആര്യൻസിൻ്റെ ലൈഫിൽ വന്നത്? ഇപ്പോൾ 2ൻ്റെയും വ്യത്യാസമാണ്. സപ്തസിന്ധു റീജിയൻ ദ മെയിൻ ഒക്യുപ്പേഷൻ വാസ് ദ റിയറിംഗ് കാറ്റിൽ. ദെൻ ഗാംഗറ്റിക് പ്ലെയിനിൽ വരുമ്പോൾ ഫാമിംഗ് ആണ്. ദെൻ സപ്തസിന്ധു റീജിയൻ വിധാത്ത സഭാ സമിതി. ദ ഗാംഗറ്റിക് പ്ലെയിനിൽ വരുമ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ അസംബ്ലീസ് ഓഫ് ഈച്ച് ട്രൈബ് ഡിമിനിഷ്ഡ്. ദെൻ സപ്തസിന്ധു റീജിയനിൽ ദ സൊസൈറ്റി വാസ് സ്ട്രാറ്റിഫൈഡ് ഇൻ ടു 3 പ്രീസ്റ്റ്, സോൾജേഴ്സ്, അതുപോലെ തന്നെ കോമൺ മാന്. ദെൻ ഗാംഗറ്റിക് പ്ലെയിനിൽ വരുമ്പോൾ ദ സൊസൈറ്റി വാസ് സ്ട്രാറ്റിഫൈഡ് ഇൻ ടു 4 ഡിവിഷൻസ്, ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ഓക്കെ, അപ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ 3 പോയിന്റ് വീതം ഓരോന്നിലും എഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം. അടുത്ത ചോദ്യം, മെൻഷൻ ദ റോൾ ഓഫ് ഉമനാർ ഇൻ ദ ട്രേഡ് ഓഫ് ആൻഷ്യൻ തമിഴകം. അപ്പോൾ ആൻഷ്യൻ തമിഴകത്തിൻ്റെ ട്രേഡിൽ ഉമനാറിൻ്റെ റോള് എന്തായിരുന്നു? ദേ കളക്റ്റഡ് ഡ്രൈഡ് ഫിഷ് സോൾട്ട് ഫ്രം ദ കോസ്റ്റൽ ഏരിയ ആൻഡ് എക്സ്ചേഞ്ച്ഡ് ഇറ്റ് ഫോർ സ്പൈസസ് ലൈക്ക് പെപ്പർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഓഫ് ദ അതർ ടീനാസ്. ദെൻ ദീസ് എക്സ്ചേഞ്ചസ് were largely done during summer. The spices collected by the Umanar were sold at trade centers in coastal towns from where they were exported to foreign countries. Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ചോദ്യം, കോൺട്രിബ്യൂഷൻസ് ഓഫ് ബുദ്ധിസം ടു ഇന്ത്യൻ കൾച്ചർ. 4 മാർക്കിൻ്റെയാണ്. അപ്പോൾ 4 പോയിന്റ്സ് ചെയ്തുക. ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദി സംഘാസ് വിച്ച് were formed for spreading Buddhism helped the growth of democratic and value-oriented awareness in the society. The progress in the field of art and architecture, chaityas, viharas and pillars, major role in promoting trade and cultural relations between India and neighboring countries. Okay.
ദെൻ 12ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഗാന്ധിജി എന്താ വരിക? ഹിന്ദ് സ്വരാജ്. ഇനി നെക്സ്റ്റ് ചാണാക്യ എന്ത് വരും? അർത്ഥശാസ്ത്ര. ഇനി നെക്സ്റ്റ് ആൽഫ്രഡ് മാർഷൽ എന്ത് വരും? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. ദെൻ ലാസ്റ്റ് വൺ ആദം സ്മിത്ത്, വെൽഫെയർ ഓഫ് നേഷൻസ്. ഓക്കെ, ഈ നെക്സ്റ്റ് ചോദ്യം 13ാമത്തെ ചോദ്യം ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഏതെങ്കിലും 4 പോയിന്റ് എഴുതുക. അപ്പോയിന്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്, അപ്പോയിന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, നോമിനേറ്റ് 12 members of Rajya Sabha and 2 members of Lok Sabha, act as a supreme commander of armed forces. ഓക്കെ, ഇനി നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 14ാമത്തെ ചോദ്യം Explain the role of Tinas in molding the social life of ancient Tamilagam. അപ്പോൾ നമുക്ക് എഴുതാം കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതൻ, നെയ്ത്താൽ എന്ന് പറയുന്ന 5 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം കുറിഞ്ചി, ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് were the means of livelihood. They engaged in shifting cultivation. Pepper and other species were cultivated. ഇനി നെക്സ്റ്റ് അതർ കാറ്റഗറി മുല്ലൈസ് ആണ്. മുല്ലൈസ് എന്ന് പറഞ്ഞാൽ റിയറിങ് ഓഫ് കാറ്റ്ലിംഗ് വാസ് ദ major occupation of the grassland. The practice of seizing cattle prevailed. Okay, ഇനി നെക്സ്റ്റ് പാലായ് ഡ്രൈ ലാൻഡ് ആണ്, സ്റ്റീലിംഗ് കാറ്റിൽ. ദെൻ മരുത എന്ന് പറഞ്ഞാൽ വെറ്റ് ലാൻഡ്, റൈസ് ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നത്. ദെൻ നെയ്താൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റീജിയൻ ആണ്, അവിടെ ഫിഷിങ്ങും അതുപോലെ തന്നെ സോൾട്ട് പ്രൊഡക്ഷനും ആണ് മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 15ാമത്തെ ചോദ്യം ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു മാപ്സ്. Classify maps based on function. Mention the uses of the given maps. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ഫങ്ഷൻ ഓഫ് മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതൊക്കെയാണ്? ഫിസിക്കൽ മാപ്സും അതുപോലെ തന്നെ കൾച്ചറൽ മാപ്സും. മാപ്സ് റെപ്രസെൻറ്റിംഗ് നാച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഫിസിയോളജി, ക്ലൈമറ്റ് എക്സെട്ര ആർ കോൾഡ് ഫിസിക്കൽ മാപ്സ്. ദെൻ മാപ്സ് റെപ്രസെൻറ്റിംഗ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് സച്ച് ആസ് ഫിസിയോഗ്രഫി, ക്ലൈമറ്റ് എക്സെട്ര ആർ കോൾഡ് ഫിസിക്കൽ മാപ്സ്. ആൻഡ് മാപ്പ് റെപ്രസെൻറ്റിംഗ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ആർ കോൾഡ് കൾച്ചറൽ മാപ്സ്. ദെൻ ഇനി ഫിസിക്കൽ മാപ്സിനും കൾച്ചറൽ മാപ്സിനും എക്സാമ്പിൾ എഴുതാം. സോയിൽ മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്, നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ്, ആസ്ട്രോണമിക്കൽ മാപ്പ് ഒക്കെയാണ് ഫിസിക്കൽ മാപ്പിൽ വരിക. ദെൻ കൾച്ചറൽ മാപ്പ് വരുമ്പോൾ പൊളിറ്റിക്കൽ മാപ്പ്, അഗ്രികൾച്ചറൽ മാപ്പ്, മിലിറ്ററി മാപ്പൊക്കെ വരും. ദെൻ ഇനി ആസ്ട്രോണമിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ ദി സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. ദെൻ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ്. ദെൻ വെതർ മാപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ മെറ്റീരിയോളജിക്കൽ സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ അവസാനത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 16. ഹൗ ഡിഡ് ദ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദ മൗര്യാസ് ഇൻഫ്ലുവൻസ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദ കൺട്രി? എക്സ്പ്ലെയിൻ. അപ്പോൾ ഇത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൂട്ടുകാർ 5 പോയിൻറ്റ്സ് എഴുതുക. അപ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ഏതെങ്കിലും 5 പോയിൻറ്റ്സ് എഴുതുക. ഓക്കെ, ദ കോൺഗോ റീജിയൻസ് were brought under civilization cultivation. Irrigation facilities were arranged for the development of agriculture. The development of agriculture and villages led to the development in trade. Roads were established for the development of trade. Trees were planted on both sides of the road. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.